1595 ഒരു സൂര്യോദയത്തിൽ വിരിഞ്ഞ സൂര്യകാന്തി പൂവ്. 1595 സൂര്യോദയത്തിനു മുൻപ് ഇതളുകൾ കൊഴിഞ്ഞു വീഴാനൊരുങ്ങവേ തന്റെ 2 കൈകളും നീട്ടിപ്പിടിച്ച് ദൈവം ആ പൂവിന്റെ ഇതളുകളെ ചേർത്ത് പിടിച്ചപ്പോൾ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചു കാണണം, മകനെ നന്ദി എന്ന്. അതെ, റോമിന്റെ 2ാമത്തെ അപ്പസ്തലനും ആനന്ദത്തിന്റെ വിശുദ്ധനുമായ വിശുദ്ധ ഫിലിപ്പനേരിയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ നോക്കിയും ദൈവം ഇങ്ങനെ പറയാൻ ഇടവരത്തക്ക വിധം ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ, മകനെ അല്ലെങ്കിൽ മകളെ നന്ദി എന്ന്. ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നിട്ടും മായ മായ സകലതും മായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ മോഹങ്ങളെയെല്ലാം തിരസ്കരിച്ച് ലൗകികതയെല്ലാം വെറും നൈമിഷികം മാത്രമാണെന്നും നശ്വരങ്ങൾ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ മാത്രം സ്വന്തമാകുവാൻ വേണ്ടി ഫിലിപ്പനേരി മുന്നിട്ടിറങ്ങിയപ്പോൾ സ്വർഗം അവന് സമ്മാനിച്ചത് എന്താണെന്നറിയുമോ? ദൈവത്തിന്റെ പടിത്തട്ട്. ഈ കാലഘട്ടത്തിൽ നാം ഒക്കെ ജീവിക്കുമ്പോൾ വിശുദ്ധ ഫിലിപ്പനേരി നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്, മകനെ അല്ലെങ്കിൽ മകളെ, ആത്മീയതയുടെ ആനന്ദത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ ജീവിക്കുക എന്ന്. വിശുദ്ധന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ONV കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്, ഉപ്പ്. അതിലെ ഒരു കൊച്ചു കവിതാശകലം ഇങ്ങനെയാണ്: ഉപ്പു ചേർത്താലേ രുചിയുള്ള കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞു പോം മട്ടിലെന്നുണ്ണി, നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞു പോം, എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കും ഈ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. ലൂതറിന്റെ വിപ്ലവങ്ങൾ ലോകത്ത് കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ റോമിന്റെ ജനതകൾ നാശകുംഭാരത്തിലേക്ക് മുന്നോട്ടു പോയപ്പോൾ ഫിലിപ്പനേരി അവിടെ ഉപ്പായി അവതരിച്ചു. സാഹോദര്യത്തിന്റെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ, പിതൃവാത്സല്യത്തിന്റെ, മാതൃവാത്സല്യത്തിന്റെ ഉപ്പായി അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു. അതെ, വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മുൻപിൽ കാണുന്ന അപരന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലുമൊക്കെ ഉപ്പായി അലിഞ്ഞു ചേരട്ടെ എന്ന്. ദൈവം അതിനുവേണ്ടിയാ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ അനുസരണാശീലമുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരക്കാരന്റെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് ഒരു വൈദികനായി തീർന്നത് വിശുദ്ധ ഫിലിപ്പനേരി. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദത്തോടെ ആയിരുന്ന് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്നുകൊണ്ട് അനേകർക്ക് സന്തോഷം പകർന്നു നൽകിയ വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പനേരി. എല്ലാവരും വിശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ തന്റെ വിശുദ്ധി ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടതല്ലെന്ന തിരിച്ചറിവോടെ സ്വന്തം ഒരു വിഡ്ഢിയായി തീർന്ന് അപരന്റെ മുൻപിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ വിഡ്ഢിയെ പോലെ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പനേരി. ആ വിശുദ്ധൻ നമുക്ക് മുൻപിൽ